തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ നടന്ന CPM അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. വിവരങ്ങളുമായി ദിഷ്ന ചേരുകയാണ്. ദിഷ്ന, സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമാണ് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ മറ്റു വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സംസ്ഥാന വ്യാപകമായി BJP വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട് സിറ്റി ജില്ലാ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. മുതലക്കുളം മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ചിൽ വലിയ രീതിയിൽ അതായത് BJP പ്രവർത്തകർക്ക് എന്നാലും വലിയ സാഹചര്യമാണ് പരാജയപ്പെട്ടൊരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് രാത്രി മാത്രമല്ല നാളെയും മറ്റന്നാളും എല്ലാം ജില്ലയുടെ പല ഭാഗങ്ങളിലും സംസ്ഥാന വ്യാപകമായിട്ട് അതിഭീകരമായ ഒരു ആക്രമണമാണ് BJP നേതാക്കൾക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് അത് ആക്രമിക്കപ്പെടുമ്പോൾ അതിനുപോലും സംരക്ഷണം കൊടുക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് സാധിക്കുന്നില്ല എങ്കിൽ തെരുവിൽ പ്രതിഷേധം ഏതറ്റം വരെയും പോകും. കേന്ദ്രമന്ത്രിയുടെ ഓഫീസാണെങ്കിലും പിണറായിയുടെ പോലീസിന് സാധിക്കില്ലെങ്കിൽ കേരളത്തിലെ BJP അത് സംരക്ഷിക്കും. സുരേഷ് ഗോപിയെ ജനാധിപത്യ രീതിയിൽ വെല്ലുവിളിക്കുന്നേ അല്ലാതെ ഗുണ്ടായുസമാണ് കാണിക്കുന്നെങ്കിൽ ആ ഗുണ്ടായുസം പുറത്തു വഹിക്കാൻ കേരളത്തിൽ BJP പല സമീപനങ്ങൾ നമ്മൾ കണ്ടതാണ്. BJP അടക്കം മാർച്ച് നടത്തുമ്പോൾ വലിയ രീതിയിൽ ആളുകളെ പോലീസ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രതിഷേധം നടത്തുമ്പോൾ മിണ്ടാതിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. CPIMന്റെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന സമീപനം ഇതാദ്യമായിട്ടല്ല, ഒട്ടനവധി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഓഫീസിലേക്ക് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ SFI ഗുണ്ടകളെ സംരക്ഷിച്ചു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അവിടെ ഗുണ്ടകളെ സംരക്ഷിച്ചു. SFI ഗുണ്ടകളെ, ക്രിമിനലുകളെ, DYFI ഗുണ്ടകളെ, CPIMന്റെ ഗുണ്ടകളെയും കേന്ദ്രമന്ത്രിയെ ശ്രമമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ പോലീസിന്റെയും CPMന്റെയും അതിക്രമത്തിൽ പ്രതിഷേധിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.